കാണണം. കുട്ടികളെ രണ്ടാളെയും കണ്ടിട്ട് ഞാന് ലോകത്തോട് വിട പറയാന്നൊക്കെ. ചാറ്റ് ഇടുന്നതിന് ഇത്രയും പേടിയാണോ സഫയ്ക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. സഫ എത്ര പേരോട് പൈസ ചോദിച്ചിട്ടുണ്ട്? പക്ഷെ ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് സഫ എന്നോട് പറഞ്ഞു അത് സത്യമായിരുന്നു എന്നുള്ളതാണ്. സഫ, മെഹനു, ലല്ലുംബി, ഫസ്മീന, ഇതൊരു ലൂപ്പായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ലൂപ്പിന് എപ്പോഴെങ്കിലും അവസാനം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരായിട്ട് ഇത് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഇതിനൊരവസാനം വരുമായിരിക്കും. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മെഹ്നു വന്നിട്ട് വാലന്റൈൻസ് ഡേക്ക് എൻ്റെ ഭാര്യ നല്ലൊരു ഗിഫ്റ്റ് തന്നു എന്ന് പറഞ്ഞാണ് വീഡിയോ തുടങ്ങിയത്. ഇന്നലെ സഫ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ എവിടെയും ഒളിച്ചോടി പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും ഇവൾ ഒളിച്ചോടി പോയതാണോ അതോ ഒളിച്ചോടി വന്നതാണോ എന്നുള്ള സംശയത്തിലാണ് ആൾക്കാർ. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടായിരുന്നു. സഫയുടെ കുറച്ച് ചാറ്റ് എനിക്ക് കിട്ടി. അപ്പം ഞാൻ അത് യൂട്യൂബിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പോൾ ഇട്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പോളിൽ കുറച്ചൊരു നോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോ ആരാന്ന് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കുമ്പോൾ അതാ ഈ കുട്ടി നോ പറഞ്ഞേക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ. എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് നോ കുത്തിയേക്കുവാണ്. എന്തിനാണ് സഫ ഇങ്ങനെ പേടിക്കുന്നത്? സഫ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ പേടിക്കണ്ടല്ലോ. ഞാൻ ആ ചാറ്റ് ഇടുന്നതിന് ഇത്രയും പേടിയാണോ സഫയ്ക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. സഫ എത്ര പേരോട് പൈസ ചോദിച്ചിട്ടുണ്ട്, എത്ര പേരോട് ഇടന്നിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് പൈസ ചോദിച്ചിരിക്കുന്നത്? എന്നോടടക്കം പൈസ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ചാറ്റ് ഞാൻ ഇടുന്നുണ്ട്. സഫ എന്തായാലും നോ വോട്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും യെസ്സിലോട്ട് അങ്ങ് കിടക്കുകയാണ്. ഞാൻ ആ പോൾ അങ്ങ് ഒഴിവാക്കി ഞാൻ എന്തായാലും യെസ്സിലോട്ട് പോവുകയാണ്. സഫ ഇങ്ങനെ പേടിക്കരുത് കേട്ടോ. കാരണം നമുക്ക് എന്തായാലും സംസാരിക്കുമ്പോഴും നമുക്ക് തെളിവ് വേണം. സഫ പറഞ്ഞു ഞാൻ കണ്ടവരുടെ കൂടെ പോയെന്ന് ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടു. കണ്ടവരുടെ കൂടെ പോയത് ആ പോളിൽ കൊണ്ടുപോയിട്ട് സഫ നോ എന്നൊരു റിയാക്ഷൻ ഇട്ടു. ഇതിപ്പം സഫ വന്നിട്ട് നോ ഇട്ടാലും യെസ് ഇട്ടാലും ഫസ്മിന ഇതെന്താണ് റിവീൽ ചെയ്യും, അത് ഉറപ്പാണ്. പിന്നെ ഞാൻ ആലോചിച്ചത് ഈ പെങ്കോച്ചിന് എന്തിൻ്റെ പ്രശ്നമായിരുന്നു അതിൽ കൊണ്ടുപോയിട്ട് നോ എന്ന് പറയേണ്ട ഒരു സാധനം ഇടേണ്ടത്. കാരണം എന്തായാലും തെളിവുകളായിട്ട് വരാം എന്ന് പറഞ്ഞ ഫസ്മീന ഉറപ്പായിട്ടും ഈ സാധനങ്ങൾ തെളിവോടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇത് കൊണ്ടുപോയി നോ എന്നിട്ടത് അതിപ്പം ചർച്ചയ്ക്കുള്ള ഒരു വിഷയമാക്കി കൊടുത്തിട്ടുണ്ട്. സഫയുടെ ഭാഗത്ത് സഫ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ല, ഞാൻ എൻ്റെ ഫ്ലാറ്റിലാണ് ഉള്ളത് എങ്കിൽ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കാം. ഈ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ ചാനൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ലിങ്ക് ത്രൂ ആ നെയിം ഒന്ന് അടിച്ച് നോക്കാമോ? എനിക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ഇൻസ്റ്റയിലും ലൈവ് ഇടാൻ നോക്കി, യൂട്യൂബിലും നോക്കി, രണ്ടിലും എനിക്ക് പറ്റുന്നില്ല. യൂട്യൂബിലാണ് പിന്നെ ഒരു ഹോപ്പ് കണ്ടത്, എത്രയോ ഫോളോവേഴ്സ് ആയിട്ട് അങ്ങനെ ആവുമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കണ്ടത്. ഇൻസ്റ്റയിലാരും ഞാൻ അന്വേഷിച്ചപ്പോൾ കുറച്ച് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. പുതിയ അക്കൗണ്ട് അല്ലേ, എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. ലൈവ് സെറ്റ് ആയിക്കാൻ എന്തായാലും ലൈവ് ഇടും. കുറേ പേര് ലൈവ് ഇട്ടുകൊണ്ട് ഇടും ചോദിച്ചുകൊണ്ട് മനഃപൂർവ്വം ഇടാത്തതല്ലേ ഇതാ സംഭവം. ഞാൻ തെളിവടക്കം ഇങ്ങനെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ പറയാനാണ് താല്പര്യമെങ്കിൽ എന്തിനാണ് ലൈവിൻ്റെ ആവശ്യം? നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടാൽ പോരെ? എന്താണ് എൻ്റെ ഭാഗത്തുള്ള ശരി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലൈവ് തന്നെ ഇടണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പിന്നെ ലൈവ് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടായാലേ ലൈവ് ഇടാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വെച്ചേര് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. മറ്റേ മെഹനാസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ യൂട്യൂബിൽ കൊണ്ടുവന്ന വീഡിയോ ഇടും, നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്വന്തം ഫാമിലിക്കാരും പബ്ലിക്കിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങേരെ വന്നിട്ട് പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്ത് മെൻറ്റാലിറ്റി ആണെന്ന് ആലോചിക്കുക. കുടുംബക്കാരെയും പരസ്യമാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. കാരണം കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അത് പബ്ലിക്കിലോട്ടിട്ട്, അതും പ്രത്യേകിച്ച് യൂട്യൂബിൽ ഫാമിലി ബ്ലോഗേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കതൊരു റീച്ചാണ്. കുടുംബകലഹം എന്ന് പറയുന്നതും ഡിവോഴ്സ് എന്ന് പറയുന്നതും പബ്ലിക്കിലോട്ടിട്ട് എത്രമാത്രം റീച്ച് മേടിക്കാൻ പറ്റുമോ അത്രയും റീച്ച് മേടിക്കും. എന്താ മെൻറ്റാലിറ്റി എന്ന് ആലോചിക്കണം. കുടുംബക്കാരെ പരസ്യമാക്കുക, അത് ഇത്രയും ത്വര കാണിച്ച് അതിന് ഏണിങ്സ് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ വീഡിയോ കണ്ടത്. വേറെ ആർക്കും റിപ്ലൈ കൊടുക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് ഫ്ലാറ്റിൻ്റെ വീഡിയോ ഇട്ട് പുള്ളി പറഞ്ഞു ഏത് ഫ്ലാറ്റിലാണ് നിങ്ങൾ താമസിച്ച ഫ്ലാറ്റ് ഏതാ നമുക്കറിയില്ല, നീ ജസ്റ്റ് മര്യാദ കാണിച്ചാലല്ലേ ഫ്ലാറ്റ് കാണുള്ളൂ പറഞ്ഞ്. ശരിയാണ്, അതിൽ ഞാൻ ന്യായമുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് കാണിച്ചത്. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഇപ്പോൾ കണ്ടുള്ളൂ. ഞാൻ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അതാ കുട്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം.
ഗൈസ് ഇതാണ് ഫുൾ അലങ്കോലമായിട്ടാണുള്ളത്. ഇതിന് കുറേ റീസൺസ് ഒക്കെ ഉണ്ട്. നോക്കാത്തതാണ് നല്ലത്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാ നമ്മുടെ വ്ളോഗിൽ ഓൾറെഡി ഈ വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ആകെ അലങ്കോലാണ്. ഇതിന് കുറേ റീസൺസ് ഉണ്ട് ഗൈസ്. ഞാനപ്പോൾ അതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്കും കൊടുത്തിട്ടുകൂടി ഇരിക്കുകയാണ്. ഇനി എന്ത് അഡ്രസ്സാണ് മോനെ വേണ്ടത്? വ്ളോഗ് കണ്ടാൽ അറിയാം. നമ്മുടെ ഈ പറഞ്ഞു വരുന്നത് വീട് ഇത്രയും വൃത്തികേടായിട്ടിരിക്കുന്നത് മെഹനാസുമായിട്ട് വഴക്കുണ്ടായതിൻ്റെ പിറകെയാണെന്നാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത് എടുത്ത് കാണിച്ച മനസ്സ് സമ്മതിക്കുന്നു. ഈ ഫസ്മിനെ ഇട്ട വീഡിയോന് ഈ സഫ റിയാക്ട് ചെയ്തുകൊണ്ട് ഇട്ടൊരു വീഡിയോ ഉണ്ട്. നിന്റെ സ്റ്റോറിയിൽ പോളിനകത്ത് ഞാൻ ഓട്ട് ഓക്കെ, അതെനിക്ക് പേടി ഉണ്ടായതുകൊണ്ടൊന്നല്ല, അതെൻ്റെ ഇഷ്ടം. എന്ത് പോളിൽ എസോർണോയിൽ എന്ത് ഇടണമെന്ന് എൻ്റെ ഇഷ്ടം. ഓക്കെ, പിന്നെ നീ പറഞ്ഞു ഞാൻ പൈസ വാങ്ങി എന്നുള്ളത് അതെൻ്റെ കൂട്ടുകാരുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. എൻ്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ട് പറഞ്ഞ് ചോദിപ്പിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നീ ചാറ്റ് ഇടാവുന്നത് നിനക്ക് എത്ര വേണമെങ്കിലും നിനക്ക് ചാറ്റ് ഇടായാലൊന്നും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ മോളുടെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കിട്ടെങ്കിൽ പിന്നെ വീട്ടുകാരത് ചോദിക്കാനൊന്നുമില്ലല്ലോ. പറഞ്ഞ പോലെ എല്ലാവരെയും വിട്ട് മാറി നിൽക്കുകയാണല്ലോ സിസ്റ്റേഴ്സ് രണ്ടാളും കൂടി. ഓക്കെ, ആണുങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു, അത്ര എനിക്ക് പറയാനുണ്ട്. നിന്റെ ഈ ലാസ്റ്റത്തെ ഒരു എന്നുള്ള സംഭവമില്ലേ, അത് എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ നിന്റെ വീഡിയോനകത്ത് ഞാൻ കമന്റ് ഇടുമ്പോൾ നീ കമന്റ് ഡിലീറ്റ് ആക്കുന്നു. നീയും പറഞ്ഞു സഫയുടെ കമന്റ് ഇട്ടെങ്കിൽ വാനിഷ് മോഡാണെന്ന്. അപ്പം നിന്റെ എന്ത് മോഡാണ് മോളെ? 2 കമന്റ് ഇട്ട് 2 കാണാനില്ല. ഞാൻ ഇപ്പോഴും 2 കമന്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുണ്ടോ വാനിഷ് മോഡിൽ പോയോന്ന് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ. അപ്പോൾ മോള് പേടിച്ചിട്ടാണോ വാനിഷ് മോഡാവണം? പൈസ ചോദിച്ചത് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ ആ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒന്നിക്കൽ മെഹനു അല്ലെങ്കിൽ അല്ലൂമ്പി, ഇതിലേതോ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇവൾ ഈ പൈസ ചോദിച്ചിരിക്കണേ എന്നാണ് ഈ പറഞ്ഞു വന്നേക്കുന്നത്. എന്തോ ആവട്ടെ, ഈ പരിപാടി ഒന്ന് നിർത്താൻ വല്ല ഉദ്ദേശമുണ്ടോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് കളിക്കാനാണോ അതോ തുടർന്ന് പോകാനാണോ ഉദ്ദേശം? കാരണം ഫസ്മീനൊരു വീഡിയോ ഇടും, ഇവള് മറുപടി ഇടും, ഇവളൊരു വീഡിയോ ഇടും, അവള് മറുപടി ഇടും. അത് കഴിയുമ്പോൾ മെഹനാസ് വരും, മെഹനാസിൻ്റെ പുറകിൽ അല്ലൂമ്പി വരും. എന്തോ ആണ് ഇത്? ഈ മെഹനു എന്ന് പറയുന്ന ഈ നാറി നല്ല രീതിയിൽ അബ്യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പം ആളുടെ ഫസ്റ്റ് വൈഫിനെ ആണെങ്കിലും ഇപ്പോൾ സെക്കൻഡ് വൈഫായിട്ട് നിൽക്കുന്ന സഫേനെ ആണെങ്കിലും ഒരുപാട് അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തി വന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് അഥവാ ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവൻ പല രീതിയിലും ഭീഷണിപ്പെടുത്തി ആളെ പിടിച്ച് വച്ചേക്കുവാണ് എന്നുള്ളതും ഖാദർ കരിപ്പൊടി വന്ന് പറയുന്നുണ്ട്. അത് ഈ സഫ തന്നെ ആളുടെ അടുത്ത് പറഞ്ഞതാണ്. വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചെങ്കിൽ ഭീഷണി, ആത്മഹത്യ ഭീഷണി. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ സമയത്ത് മെസ്സേജ് അയച്ചായിരുന്നു ഭീഷണി. ഞാൻ എൻ്റെ കുട്ടീനെ കാണാൻ വന്നിട്ട് ഞാൻ പോവും, അസാനുവിനെ ഒന്ന് കാണണം, ഇനുവിനെ ഒന്ന് കാണണം, കുട്ടികളെ രണ്ടാളെയും കണ്ടിട്ട് ഞാൻ ലോകത്തോട് വിട പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയായിരുന്നു. അന്നൊന്നും ചെയ്ത് എനിക്കറിയാം ചെയ്യൂല, സംഭവം ചെയ്യൂലെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തി നമുക്കൊരു ഉള്ളൊരു ഭയം ഉണ്ടാവില്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്യോ, നമ്മുടെ തലയിലാവൂലേ, അങ്ങനെ ചെറിയ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ചെയ്യാത്ത ആള് ഞാൻ ഫ്ലാറ്റിൽ വന്ന സമയത്ത് എന്റെ കുട്ടിയെ ഞാൻ ഉറക്കി കെടുത്തുന്ന സമയത്ത് ഉള്ളൊരു വെപ്രാളക്കളിയാണ് ഞാൻ ഈ വീഡിയോ അയച്ചിട്ടുള്ളത്. ഈ വീഡിയോനകത്ത് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് സത്യം പറഞ്ഞ നല്ല രീതിക്ക് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചത് എങ്ങാനും ലാസ്റ്റ് എങ്ങനെങ്കിലും തലയിൽ വന്നെങ്കിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ സംഭവം ഭീഷണിപ്പെടുത്തുന്നത് ആത്മഹത്യ. എനിക്ക് ഇപ്പൊ കൂടി എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രയും പ്രശ്നം നടന്നിട്ടും ഇന്നലെ രാത്രി മെസ്സേജ് ഇട്ടാണുള്ളത്. ഞാൻ പോവാണ്, ഞാൻ ലോകത്തോട് വിട പറയാണ്, ഇനി ഞാൻ എന്തിനും ഇവിടെ ജീവിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞെങ്കില് ഇത്രയും നാള് ഈ ഭീഷണിപ്പെടുത്തിയോടാണ് പേടിച്ച് മനുഷ്യൻ നിന്നത്. എത്ര നാൾ ഈ ഭീഷണിയുടെ ഇതിൽ നിൽക്കും? പോട്ടെ പോലെന്ന് വയ്ക്കണം. പ്രശ്നം അവിടെ തീർന്നില്ലേ? ചാവോ ജീവിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് അങ്ങനെയൊക്കെ വിചാരിക്കുന്നതാണ് നല്ലത്. കാരണം പിടിച്ച് വെച്ച് വാങ്ങിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അധികാരം നിൽക്കത്തില്ല. അതിനേക്കാളും വേദം പോട്ടെ പോലെന്ന് വിചാരിക്കുന്നത്. ശരി എന്നാൽ ഇനി ഇവരുടെ ലൂപ്പ് എപ്പോൾ അവസാനിക്കുമോ എന്തോ. ഇവരുടെ അവസാനിച്ചില്ലെങ്കിലും യൂട്യൂബേഴ്സിന് ഇതൊരു കോണ്ടൻ്റാണ്. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോൾ നമുക്കതെടുത്ത് റിയാക്ട് ചെയ്യാം. ശരി എന്നാൽ.